നമ്മള് 6 വർഷമായി. 6 വർഷമായിട്ട് എല്ലാ വർഷത്തെ പോലെ ട്രഷർ ഹണ്ട്. ഇപ്രാവശ്യവും നമുക്കൊരു ട്രഷർ ഹണ്ട് ഉണ്ട്. എല്ലാരും വന്നില്ലെങ്കിലും നമുക്കൊരു ട്രഷർ ഹണ്ട് ഉണ്ട്. മനസ്സിലായോ? എന്തായിരിക്കും ഇത്? നമ്മള് 6 വർഷമായപ്പോ ക്വാളിറ്റി ഒക്കെ മാറി പേപ്പറിന്റെ. നമ്മള് യൂട്യൂബ് തുടങ്ങിയൊക്കെ ചെറിയ പേപ്പറിലെ ക്വാളിറ്റി മാറി. ഇത് 1 2 3 4 5 ഇത് 9 ടാസ്ക് ഫിനിഷ് ചെയ്യണം. ആയുധം ഓർഡറിൽ തന്നെ പോണം. ഓർഡറിൽ തന്നെ കത്തിക്കണം അല്ലേ? ഇങ്ങനെയാണോ ഓർഡർ വരുന്നത്? ഓർഡർ എടുക്കാമോ നമുക്ക്? അപ്പൊ ഇതല്ലേ ആദ്യം കത്തിക്കേണ്ട. ഇത് മനസ്സിലായി. ഇതാണ് ട്രാക്ടർ. നമ്മളങ്ങനെ ഫസ്റ്റ് സാധനം ഫൈൻഡ് ചെയ്താണ്. രണ്ടാമത്തെ ഞാൻ മാത്രമേ അത് ഫൈൻഡ് ചെയ്തില്ലേ, വീട്ടടുത്തായിരുന്നു അത് കണ്ടുപോലുമില്ല. അല്ലേ? ആ തേൻമുട്ടായി കടയിൽ കിട്ടും. നമ്മൾ ഈ കടയിൽ നിന്നാണ് തേൻമുട്ടായി വാങ്ങുന്നത്. ഞാൻ ഇതിവിടെ കണ്ടതാണ്. അങ്ങനെ നമ്മള് 2 ഫസ്റ്റത്തെ സാധനം കണ്ടുപിടിച്ചെടുത്ത് മൂന്നാമത്തെ ഇതെന്താണ്? ഒരു സ്വാങ്ങിനെ കണ്ടുപിടിക്കണം. ഒരു സ്വാങ്ങിനെ കണ്ടുപിടിക്കണം. ഞാൻ അവിടെ നിൽക്കി അല്ലെങ്കിൽ അങ്ങനെ ഒന്നില്ലെങ്കിൽ ഞാൻ തന്നെ കൊക്കിനെ കണ്ടുപിടിക്കണോ? സ്വാങ്ങിനെ കൊക്കുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധ്യത കൂടുതൽ. കാരണം ഞങ്ങളുടെ ഇവിടെയാണ് കായലുള്ളത്. കായലിൽ കൊക്ക് കാണാൻ നല്ല ചാൻസ് കൂടുതലാണ്. ബലോ എന്നാലേ ആനി പറയുന്ന ഞാൻ ഇവിടെ ഒന്നും കൊക്കില്ല. കൊക്ക് അവിടെ കുറെ കാക്ക നിൽക്കണം. ചിലപ്പോ കാക്കയും കൊക്ക് അടിവെക്കണെങ്കിലോ. കൊക്കൊന്നും കാണുന്നില്ല, നല്ല കാക്ക മാത്രമുണ്ട്. എല്ലാം പറന്നുണ്ടെങ്കിൽ ഒരു കൊക്കിനെ വിളിച്ചിട്ട് വരുമോ? ആ പോണത് അതിന് പറക്കാൻ പറ്റുന്നില്ല കാറ്റില്. ഇപ്പൊ കൊക്കൊക്കെ എങ്ങനെ പറക്കുമെന്നോ? അതാണ് കൊക്കൊക്കെ വീട്ടിൽ പോയത്. ഇവിടെ ഒന്നും കാണുന്നില്ല കൊക്കിനെ. അവിടെ വെള്ളം കണ്ടത് കണ്ട് മാനത്ത് നമ്മള് കൊക്കിനെ കണ്ട്. അടുത്ത ക്ലൂ. ഇതെന്താണ്? ഞാൻ കാണുന്നുണ്ട് അത് ആരാണെന്ന്. CR7, മെസ്സി, നെയ്മർ ജൂനിയർ എല്ലാവരും ഉണ്ട് ഗൈസ്. ഇവരെ 3 കണ്ടുപിടിക്കണം. അത് എളുപ്പമാ. ജംഗ്ഷനിൽ ഓ ഇവരെ ഫ്ലെക്സ് നമ്മുടെ ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഫിഫയുടെ ഓണത്തിന് വേണ്ടിയിട്ട്. പൊഴിയൂരുണ്ട്. അടുത്ത ലൊക്കേഷനിൽ നമ്മൾ എത്തി ഗൈസ്. നമ്മുടെ നാടിന്റെ ജംഗ്ഷനിൽ എല്ലാം ഉണ്ട് ഗൈസ്. നെയ്മർ ഇവിടെ ഉണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി. നമ്മുടെ നാട്ടിൽ 3 പേരുടെ ഫ്ലെക്സ് ഉണ്ട്. പിന്നെ മെസ്സിയുടെ സ്റ്റാച്യു ഉണ്ട്. ഇതിവിടെ പണ്ടേ ഉണ്ട് ഗൈസ്. നമ്മൾ അടുത്ത സാധനം കത്തിക്കുന്നു. അംബാസഡർ കാർ ഈ സമയത്ത് എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ്? ഈ കാലത്ത് കിട്ടും. വേറെ വണ്ടിയാ അത്. നമ്മൾ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നോക്കുന്നുണ്ട് എവിടെയെങ്കിലും കാണാൻ ബൈ ചാൻസ് കണ്ടാലോ എന്നുള്ളത്. ബാക്കി എല്ലാ കാറും നമ്മുടെ കണ്ണിൽ കാണുന്നുണ്ട്, അത് മാത്രം കാണുന്നില്ല. അംബാസഡർ കാറ് തിരക്കി ഹൈവേ വരെ വന്നു. ഇതുവരെ കിട്ടിയില്ല നമുക്ക്. ഒരു 2 വർഷം മുന്നേക്കെ അത് റാൻഡമായിട്ട് കാണും. 1-2 സാധനങ്ങൾ എല്ലാം എളുപ്പമായിരിക്കും. പക്ഷെ ഈ സാധനം ഇച്ചിരി പാടാണ് ഈ വണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. നമ്മള് ഹൈവേയിൽ ഇങ്ങനെ വന്നോണ്ടിരുന്നപ്പോ നമ്മള് അംബാസഡർ പോലത്തെ ഒരു കാർ അവിടെ കണ്ട്. അത് ഏത് കാറാണെന്ന് അറിയില്ല. ഹൈവേയിലാണ്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. നമുക്ക് നടന്നു പോകാം ബാക്കിലോട്ട്. ഇവിടെ എവിടെയോ അഭിനെ കണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നും കണ്ടില്ല. ഇല്ലെങ്കിലാണ് അവന്റെ തലമണ്ടയ്ക്ക് ഒരു പൊട്ട് കൊടുക്കാം നമുക്ക്. ഒരു വർക്ക്ഷോപ്പിൽ നടക്കുന്ന അംബാസഡർ പണി ചെയ്യാനാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഗൈസ് അംബാസഡർ കാറും കണ്ടുപിടിച്ച്. ഇനി അടുത്ത എന്ത് സാധനം നമ്മുടെ എന്താന്ന് നോക്കാം. മൂൺ എവിടെയാ മറിഞ്ഞു നിക്കണം?
ഇതെന്ത് കളി? സാധാരണ എപ്പോഴും കാണുന്ന സാധനത്തിന് ഇപ്പൊ കാണുന്നില്ല. ഗൈസ് കുറെ സമയത്തിന് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ വന്ന് വന്ന് നേരത്തെ നോക്കുന്നു സാധനം കാണുന്നില്ല. സാധനം കത്തിച്ചിട്ട് 2 മണിക്കൂറായി. ഇപ്പോഴാണ് 3 വന്നത്. പക്ഷെ നമ്മൾ കാണുന്നത് അടുത്ത കത്തിക്കണ്ടേ? ഓ സാധനം എവിടെ? ട്രാഫിക് ലൈറ്റ്. ട്രാഫിക് ലൈറ്റ് അടുത്തത്. നമ്മുടെ വീട്ടിനടുത്ത് ട്രാഫിക് ലൈറ്റ് പോകണമെങ്കിൽ നമ്മൾ സിറ്റി പോണം. നമ്മൾ ഇച്ചിരി റൂറൽ ഏരിയയിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ ട്രാഫിക് ലൈറ്റ് ഒന്നുമില്ല. ട്രിവാൻഡ്രത്തിന് ഏറ്റവും അങ്ങേ അറ്റമാണ്. ഇവിടെ ട്രാഫിക് ലൈറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ട്രാഫിക് ലൈറ്റിന് വേണ്ടി സിറ്റി പോണം. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട് വിചാരിച്ചില്ല ഈ സ്ഥലത്ത് അതൊന്നും ഉണ്ടാവുന്നു. ഒരു ട്രാഫിക് ലൈറ്റ് 2 കിട്ടി നമുക്ക്. ഇത് പുതിയതായിട്ടാണ് വെച്ചതെന്ന് തോന്നുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കോളേജിൽ പോകുന്നത് ഇത് വഴിയാണ്. ഞാൻ ഇതുവരെ കണ്ടില്ല. കണ്ടോ ആ ഒരു സ്റ്റീൽ കണ്ടിട്ട് അതിലൊരു പുതുമയില്ല. 3 വർഷമായിട്ട് ഒരു വഴി കൂടെ തന്നെ പോകുന്നു. ഇതുവരെ ഇവരെന്നോട് ചോദിച്ചു ഈ വഴിയിൽ എന്തേലും ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞില്ല. ഇത് സിനിമ മൂവി തിയേറ്റർ. എന്തിരൻ റോബോട്ട് ഇരിക്കണേ. ഗൈസ് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ ഇതിന് അടുത്ത ഇവിടെ ഉള്ള തിയേറ്റർ തന്നെ, അല്ലെങ്കിൽ ചോദിച്ചോട്ടെ പ്ലാൻ ചെയ്ത് ഇത് ചെയ്തത് തന്നെ. എന്തിനാ സിനിമയുടെ സിനിമ? ഞാൻ എന്തിനെ ഇങ്ങനെ സ്പൈഡർമാന്റെ പുതിയ പടം ഇറങ്ങി ഇന്ന്. അതിനർത്ഥം നമ്മൾ പോയി കാണണമെന്ന്. നമ്മൾ സ്പൈഡർമാൻ മൂവി കാണാൻ വന്ന് സ്പൈഡർമാൻ സിനിമ കാണാൻ വരുമ്പോ സ്പൈഡർമാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരണം. അതറിയാമോ? ഞങ്ങൾക്ക് ഒരു സ്പൈഡർമാൻ ഡ്രസ് കിട്ടിയ നമ്മുടെ മെയിൻ ലക്ഷ്യം ആ സാധനം കാണണം. അങ്ങനെ മൂവി എല്ലാം കണ്ടിറങ്ങി നമ്മുടെ ലാസ്റ്റത്തെ സ്ഥലം കൂടി നമുക്ക് ഇനി ബാക്കിയുണ്ട് ഗൈസ്. ഇത് എയർപോർട്ട് അല്ലേ? ഇത് എയർപോർട്ട്. ആരെങ്കിലും വരുന്ന? ആര് വരുന്നു? ഡാനിച്ചേട്ടൻ, ജിത്തുട്ടൻ, അനന്തുട്ടൻ, അശ്ന. ആര് വരുന്നു? മച്ചാനെ 6 ഇയറിന് ഇവർ ആരും വന്നില്ല. 4-5 ദിവസം കഴിഞ്ഞു. അപ്പൊ ആരായിരിക്കും വരുന്നാനി? വരുന്നത് ഇത്രയും നീട്ടി കൊണ്ടുവന്ന വെറുതെ സിനിമയ്ക്ക് കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു ഇതെന്ത് കണ്ടോ സിനിമക്കൊക്കെ പോയിട്ട് വരുന്നത്. സിനിമ കഴിഞ്ഞത് അടുത്ത ക്ലൂ എയർപോർട്ട്. പക്ഷെ ആരാന്ന് നമുക്കറിയത്തില്ല. 95 എന്തോ അച്ഛനിപ്പ കരയൂ. എന്തിനാ സമയം? നമ്മൾ ഇവിടെ എയർപോർട്ടിൽ 4 മണിക്ക് എത്തി. 3 മണിക്കൂർ അവിടെ ഞങ്ങൾ ഫ്ലൈറ്റിനകത്ത് വെറുതെ ഇരുന്ന്. അശ്ന എന്ത് ക്യൂട്ടല്ലേ? ഞാൻ കഷ്ടപ്പെടാണ്. എന്നെ ഓർമ്മയുണ്ടാവോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇവളാണല്ലേ ഈ 95. ഒന്നുമില്ല, ഒന്നും പറയല്ല. കണ്ടുപിടിക്കണ 95 ഞാനാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അല്ലല്ല 95 എന്തോന്നു? നീ നോക്കിയിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ശരി, ഇതിന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓ 95 ഇപ്പോഴാ കണ്ട. അപ്പം ഒരാൾ എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത എയർപോർട്ടിൽ നമുക്ക് ചാൻസ് കൂടുതലാണ് അടുത്ത ആര് വരുമെന്നൊക്കെ. മഴ പെയ്യും. ഞങ്ങൾ ഒരുമിച്ചല്ല, നിനക്ക് അറിഞ്ഞൂടെ? ഞങ്ങൾ ആണ്ടിലാവണിയിലെ കാണും. ഇവര് വർഷത്തിലാണ് കാണുന്നത് തോന്നുന്നു. അവിടെ 6 ഇയർ ആകുമ്പോ ഇവര് അവിടെ കാണും. സത്യം, വീഡിയോ എടുക്കാൻ കുറച്ച് ദിവസത്തിന് മുന്നേ കണ്ടത്. ഇതിങ്ങനെ പിടിച്ചാൽ അതാകുമ്പോ ഇങ്ങനെ തരതരാക്കട്ടെ. ഞാൻ പിടിക്കുന്നില്ല, അതായിരിക്കും നല്ലത്. കള്ളി ഇവിടെ ഒന്നും കൊണ്ടുവന്നിരിക്കില്ല. ഒരു വെയിറ്റും ഇല്ല. ഡ്രസ് മാത്രം മാടി കൊണ്ടുവന്നു. 30 കിലോ ആക്കിയ 26 ഓൾറെഡി ആയി. തിരിച്ചു ഞാൻ കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്.
നിങ്ങളുടെ അഷ്ടക്കുട്ടി വന്നു. ഹലോ ഓ വെൽക്കം വെൽക്കം. റെഡ് കാർപ്പറ്റ് വിരിക്കാൻ പറ്റൂലല്ലോ, പൊടി പരക്കാതിരിക്കാനായിരിക്കും. കോഴിക്കോട് വന്നാലും ജോർജിയിൽ നിന്ന് വന്നാലും വീട്ടിൽ കഞ്ഞിയുടെ മണം. കഞ്ഞി കുടിക്കില്ലേ മോളന്ന്? ഹലോ ഗൈസ്, അപ്പോൾ നാളെയാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. നമ്മളല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണ് നാളെ നാട്ടിൽ വരുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ട് കാണാം. ഞങ്ങൾ വരാൻ ഇത്രയും ലേറ്റ് ആയതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഗൈസ്, എൻ്റെ ലാസ്റ്റ് എക്സാം ഇന്നായിരുന്നു. എക്സാം കഴിഞ്ഞ് വന്ന് പാക്ക് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കുന്നു. നാളെ രാവിലെ ഫ്ലൈറ്റ് കയറി നാട്ടിൽ വരുന്നു. സെമ്മ് തുടങ്ങുന്ന സമയത്ത് വാറായതുകൊണ്ട് സെമ്മ് തുടങ്ങാൻ ലേറ്റായി, അപ്പോൾ അവസാനിക്കാനും ലേറ്റായി. അപ്പോൾ ബാക്കൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് നാളെ വരാം. ഫ്ലൈറ്റ് 1 hour ഡിലേ ആണ് ഗൈസ്. ഞാൻ ഇനി ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ? ഒറ്റയ്ക്ക് പറഞ്ഞ ഒന്നാമത് ചടങ്ങാണ്. പിന്നെ നമ്മൾ നാട്ടിലേക്കാണല്ലോ വരുന്നത്. നാട്ടിലേക്കായതുകൊണ്ട് ചടങ്ങായാലും നമ്മൾ വരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ 60th year ആനിവേഴ്സറി ഒക്കെ കളറാക്കണം. ലേറ്റായി എന്നാലും കുഴപ്പമില്ല, കളറാക്കണം.